बड़ी मुश्किल है खोया मेरा दिल है कोई उसे ढूंढ के लाए ना जात कहा मेरे पट लिखाओ कोई बतलाए ना मेरो यह सू ദുബൈയിലെ ഈ ടാക്സി കയറിയാൽ 2 ഗുണമുണ്ട്. ആദ്യത്തെ ഗുണം ഇത് നമ്മൾ ആഗ്രഹിക്കുന്ന സ്ഥലത്ത് എത്തും എന്നുള്ളതാണ്. രണ്ടാമത്തെ ഗുണം ഇപ്പോൾ പറഞ്ഞുതരാം. അപ്പോൾ നമ്മളുടെ ഈ വാഹനത്തിൻ്റെ സാരഥി നിങ്ങൾക്ക് എല്ലാവർക്കും സുപരിചിതനായ ഒരു മാപ്പിളപ്പാട്ട് ഗായകനാണ്. ഒരു കാലഘട്ടം മുഴുവൻ ആഘോഷിച്ച മാപ്പിളപ്പാട്ട് ഗായകൻ. അദ്ദേഹം പാട്ടുകൾ സംവിധാനം ചെയ്തിട്ടുണ്ട്, പാടി തകർത്തിട്ടുണ്ട്. സമീർ കോട്ടക്കൽ എന്ന ഗായകനാണ് ഈ വണ്ടിയുടെ സാരഥി. ഇപ്പോൾ സമീർക്ക് എത്ര കാലമായി ടാക്സി രംഗത്ത്? ഞാനിപ്പോൾ 10 വർഷമായി. പാട്ടും യാത്രയാണ്. അതെ. അപ്പോൾ നമുക്ക് സമീർ ഖാൻ അടയാളപ്പെടുത്തിയ ഒരു പാട്ട് പാടിയിട്ട് അങ്ങ് തുടങ്ങിയാലോ? എന്നെ അടയാളപ്പെടുത്തിയ പാട്ടുകൾ എന്ന് പറയുമ്പോൾ ഇറങ്ങിയതിൽ ഇപ്പം അടുത്തായിട്ട് പാടിയതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു പാട്ടുണ്ട്, അത് പാടാം. കഠിനം മഹിഷറ സഭയിൽ ഞാനേ കനിവിൻ തണൽ തന്ത് തുണൈ മണ്ണാനേ. ആ പാട്ടാണ്. ഈ പാട്ടിൻ്റെ പിന്നിലുള്ള കഥ? പാട്ടിൻ്റെ പിന്നിലുള്ള കഥ എന്ന് പറഞ്ഞാൽ പിന്നെ ഇത് ഒരു വാട്സപ്പ് കൂട്ടായ്മ ഉണ്ട്. പിന്നെ തനത് മാപ്പിള കലാസാഹിത്യവേദി എന്ന് പറഞ്ഞിട്ടുള്ള തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള എല്ലാ കലാകാരന്മാരും അതിലുണ്ട്. പിന്നെ നിരൂപകരുണ്ട്, ഗവേഷകരുണ്ട്, ഗാനരചയിതാക്കളുണ്ട്, അതുപോലെ പാട്ടുകാരുണ്ട്. എല്ലാവരും ഉൾപ്പെട്ട വലിയൊരു ഗ്രൂപ്പാണത്. അപ്പോൾ അതിൽ ഞാനും അംഗമായതിൽ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. കാരണം ഞാൻ അത് ഒരു മാപ്പിളപ്പാട്ടിൻ്റെ യൂണിവേഴ്സിറ്റിയാണ് ആ ഗ്രൂപ്പ്. അത് മാപ്പിളപ്പാട്ടിനെ കുറിച്ചുള്ള പിന്നെ പാട്ടുകാരെ കുറിച്ചുള്ള ചർച്ചകളാണ് അതിൽ വരുന്നത്. പിന്നെ പാട്ട് ശരിക്കും എന്താണെന്നുള്ളത് ശരിക്കും അതിൽ നിന്ന് മനസ്സിലാവും. അത്രയും ആളുകൾ അതിലുണ്ട്. പിന്നെ എല്ലാം പ്രഗത്ഭരായ എഴുത്തുകാരും നിരൂപകരൊക്കെയാണ് അതിലുള്ളത്. അപ്പോൾ അതിൽ മാപ്പിളപ്പാട്ടിൻ്റെ രചനയെക്കുറിച്ചും അതുപോലെ മാപ്പിളപ്പാട്ടിനെ കുറിച്ചുള്ള ചർച്ചകൾ ഇങ്ങനെ വന്നപ്പോൾ എന്നെ അതിൽ ഏടിയത് മൊയ്തീൻ കുട്ടി മാഷ് ഇരിങ്ങല്ലൂർ എന്ന് പറയും. മൂപ്പറാണ് അതിൻ്റെ ചീഫ് അഡ്മിന്. മൂപ്പറാണ് എന്നെ അതിൽ ഏഡ് ചെയ്തിരുന്നത്. ഞാനിതിങ്ങനെ നോക്കിക്കണ്ടുകൊണ്ടേ അതിൽ വളരെ ഞാൻ സജീവമായിട്ടൊന്നും വന്നിട്ടില്ല. ഒരു ലൈക്ക് അടിക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അഭിപ്രായം പറയാനോ ഒന്നിനും പോയിട്ടില്ല അതിൽ. ഞാനതിങ്ങനെ നോക്കിക്കൊണ്ടേയിരുന്നു, അതിങ്ങനെ ഗ്രഹിച്ചുകൊണ്ടേയിരുന്നു. അവരെ ക്ലാസ്സുകളൊക്കെയും ഇങ്ങനെ പഠിച്ചുകൊണ്ടേയിരുന്നു. ഞാനൊരു സ്റ്റുഡൻ്റായിട്ട് അതിലിങ്ങനെ ഇരുന്നു. കാരണം ആ സമയത്ത് ഞാൻ എഴുതുന്നുണ്ട്, സംഗീതം ചെയ്യുന്നുണ്ട്, പാടുന്നുണ്ട്. പക്ഷെ ഇതൊന്നും ഞാൻ അവിടെ പോയിട്ടൊന്നും പറയുന്നൊന്നുമില്ല. ഞാൻ ഇതിലിങ്ങനെ ഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന അപ്പോൾ പുതിയ കുറേ ആളുകൾ പുറത്ത് നിൽക്കുന്നുണ്ട്. അതായത് ഇതിലേക്ക് വരാൻ ആഗ്രഹിച്ച കുറേ ആളുകൾ പുറത്തുണ്ട്. അപ്പോൾ ഇതിൽ നിർജീവമായി കിടക്കുന്ന കുറേ നമ്പറുകൾ മാഷ് എന്ത് ചെയ്തു? റിമൂവ് ചെയ്തു. അപ്പോൾ ആ റിമൂവ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ എൻ്റെ നമ്പറും റിമൂവ് ആയി. അപ്പോൾ എനിക്ക് സത്യത്തിൽ ഒരുപാട് വിഷമം ഉണ്ടാക്കിയൊരു സംഭവമായിരുന്നു അത്. ഞാനൊരുപാട് ഗ്രൂപ്പിലുണ്ട്, പക്ഷെ ഇതുപോലത്തെ ഒരു ഗ്രൂപ്പിൽ ഞാൻ ആസ്വദിച്ചിട്ടില്ല. കാരണം ഇതൊരു പഠന കളരിയാണ് സത്യത്തിൽ. എനിക്ക് ഭയങ്കരമായിട്ട് പക്ഷേ കുടുംബത്തിൽ നിന്ന് പുറത്താക്കിയ പോലെ ആയിരുന്നു. അത്രയും ഞാൻ ടെൻഷൻ അടിച്ചു. അപ്പം ഞാൻ PM പോയി പിന്നെ മാഷായിട്ട് സംസാരിച്ചു. അപ്പോൾ മാഷ് രണ്ടാമത് ഞാൻ പറഞ്ഞു, ഇങ്ങനെ മാഷ് ഞാനിതിൽ വളരെ സൈലന്റ് ആയിട്ട് ഇരുന്നു കൊണ്ട് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്റ്റുഡൻ്റ് ആണ്. മാഷ്ക്ക് എന്നെ അറിയില്ല, ഞങ്ങൾ നേരിട്ട് കണ്ടിട്ടില്ല. സമീർ ഖാനെ തിരിച്ചറിയുന്നവര് ഇതേപോലെ യാത്രക്കാരായിട്ട് കയറാറുണ്ടോ? ഉണ്ട്, ഉണ്ടാറുണ്ട്. അപ്പൊ മൂപ്പർ അതിൽ രണ്ടാമത് എന്നെ ഏഡ് ചെയ്തപ്പോൾ പിന്നെ അങ്ങനെ ഈ ക്ലാസ്സുകളൊക്കെ കുറിച്ച് ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ സംശയങ്ങൾ ചോദിക്കാൻ വേണ്ടി ഷൈജൽ ഒടുങ്ങാക്കാടിൻ്റെ PM ഞാൻ പോയി. PM പോയപ്പോൾ ഷൈജൽ ഒടുങ്ങാക്കാട് എനിക്ക് കുറേ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു തന്നു. അപ്പം പാട്ടിൻ്റെ ഇശലുകളും അതിൻ്റെ പിന്നെ ഈ രചനയുടെ നിയമവശങ്ങളും അതൊക്കെ എനിക്ക് പറഞ്ഞിരുന്നതിൻ്റെ ഇടയിൽ പാട്ടിൻ്റെ ഒരു പ്രാസ നിയമങ്ങളുള്ള കുറേ പാട്ടുകൾ എനിക്ക് അയച്ചു തന്നപ്പോൾ എനിക്ക് അയച്ചു തന്ന ഒരു പാട്ടാണ് കഠിനം മാഷർ എന്നുള്ളൊരു പാട്ട്. എനിക്ക് എന്താണെന്നറിയില്ല, ആ പാട്ട് ഞാൻ കണ്ട് ആ പാട്ടിൻ്റെ ആ ഓരോ വരികളും ശരിക്കും ഒരു നൂലിൽ കോർത്ത മുത്തുപോലുള്ള വാക്കുകളും എന്നെ വല്ലാണ്ട് ആകർഷിച്ചൊരു പാട്ടാണ്. അപ്പം ഞാൻ ഷൈജൽ ഖാനോട് ചോദിച്ചു, പിന്നെ ഷൈജൽ ഭായി ഇത് ആരെങ്കിലും പാടിയിട്ടുണ്ടോ, അല്ലെങ്കിൽ മുമ്പ് ഇറങ്ങിയ പാട്ടാണോ? എന്നിട്ട് പറഞ്ഞില്ല, ഇതിപ്പോൾ ഞാൻ എഴുതിയ പുതിയ പാട്ടാണ്. ഞാൻ പറഞ്ഞു ഇതിനെന്ത് ട്യൂണായിട്ട് ഇട്ടില്ല, ഒന്നുമില്ല. അപ്പം ഞാൻ പറഞ്ഞു ഓക്കെ, ഇത് ഞാൻ ട്യൂൺ ചെയ്യട്ടെ. ഈ പാട്ടിനോട് എനിക്ക് എന്ത് വല്ലാത്തൊരു ഇഷ്ടം തോന്നുന്നു. ഞാനിത് തൊങ്കലിഷാണ്, തൊങ്കലിശലിലുള്ള പാട്ടാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനിത് ട്യൂൺ ചെയ്യാം. അങ്ങനെ അത് ഞാൻ ട്യൂൺ ചെയ്തു. മൂപ്പര് അതെന്താക്കിയെന്ന് പറഞ്ഞാൽ ആ പാട്ട് എനിക്ക് പാടാനുള്ള
സമ്മതവും തന്നു. അങ്ങനെ ഞങ്ങൾ ആ പാട്ട് ഞാൻ പാടുകയാണ്. ആ പാട്ട് പാടി മില്ലേനിയം ഓഡിയോസിലൂടെയാണ് ആ പാട്ട് ഇറങ്ങുന്നത്. ഉലകിൽ സകലരും നഫ്സിഹാലിൽ തടയാൻ തണലില്ലാത്തൊരു സഭയിൽ തരണം അറിഷിൻ്റെ തണലും എന്നിൽ. കഠിനം മഹേശ്വര സഭയിൽ ഞാനേ കനിവിൻ തണൽ തന്ത് തുണൈ മണ്ണാനേ. അപ്പോൾ പ്രവാസം ആരംഭിക്കുന്നത് ഏത് വർഷമാണ്? 1997 മുതലാണ് ഞാൻ പ്രവാസം ആരംഭിക്കുന്നത്. ഫസ്റ്റിൽ ഞാൻ പോകുന്നത് ഖത്തറിലാണ്. ഖത്തറിൽ കുറച്ച് വർഷം, ഒരു 2 വർഷം ഖത്തറിൽ നിന്ന്, അതിനുശേഷം പിന്നെ നാട്ടിലേക്ക് തന്നെ പോയി. അന്നും ടാക്സി തന്നെയാണോ? അല്ലല്ല, അവിടെ വേറെ വർക്കായിരുന്നു. പിന്നെ വിവാഹം കഴിഞ്ഞു, നേരെ കുവൈറ്റിലേക്കാണ് പോയത്. കുവൈറ്റിൽ പോയി. കുവൈറ്റിൽ 10-11 വർഷം കുവൈറ്റിലുണ്ടായിരുന്നു പ്രവാസിയായിട്ട്. അവിടെ പിന്നെ ഒരു കമ്പനിയിൽ സെയിൽസ് എക്സിക്യൂട്ടീവായിട്ട് പിന്നെ മാർക്കറ്റിംഗ് മേഖലയിൽ കുറച്ച് വർക്ക് ചെയ്തു. യു എയിൽ എത്തുന്നത് ഏത് വർഷം? യു എയിൽ എത്തുന്നത് 2015 2015. ഇപ്പോൾ ശരിക്കും 10 വർഷമായി. 14 ലാസ്റ്റ് 97 വരെ ഗാനരംഗത്ത്, സംഗീത രംഗത്ത് ഉണ്ടായിരുന്നില്ല? അതെ, സജീവമായിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് നല്ല കുറേ വേദികളും ഒരുപാട് വേദികളിൽ ഒരുപാട് ആൽബങ്ങൾ അന്ന കാലത്ത് കാസറ്റുകളായിരുന്നു. കാസറ്റിന്റെ സുവർണ കാലഘട്ടമായിരുന്നു അത്. അപ്പോൾ കുറേ പാട്ടുകൾ, കാസറ്റുകൾ, അറഫ കാസറ്റിന് വേണ്ടി കുറേ പാട്ടുകൾ പാടിയിട്ടുണ്ട്. അത് എനിക്ക് അവസരം ഒരുക്കി തന്നത് എൻ്റെ ഗുരുനാഥനായ ലിയാദ് ഖയാണ്. ലിയാദ് ഖയിലൂടെയാണ് ഞാൻ ഈ മേഖലയിലേക്ക് വരുന്നത്. പിന്നെ സ്കൂളൊക്കെ പഠിക്കുന്ന സമയത്ത് പിന്നെ ഒരുപാട് പാട്ടുകളൊക്കെ ഇങ്ങനെ പാടി, പിന്നെ ജില്ലാതലത്തിലൊക്കെ പോയിട്ട് മത്സരിച്ചിട്ടുണ്ട്. മാപ്പിളപ്പാട്ടിലാണ് അന്ന് മത്സരിച്ചിരുന്നത്. പിന്നെ നബിദിനത്തിനൊക്കെ മദ്രസ തലത്തിൽ നിന്നേ ഉയർന്നു വന്നതാണ്. എൻ്റെ നാട്ടുകാരൊക്കെ നല്ല പ്രോത്സാഹനമായിരുന്നു. അപ്പോൾ നാട്ടുകാർ പ്രോത്സാഹനത്തിലൂടെ ഞാനൊരു പാട്ടുകാരനാണെന്ന് നാട്ടുകാർ പറഞ്ഞിട്ടാണ് ഞാൻ അറിയുന്നത്. അന്നത്തെ ഒരു ഹിറ്റ് പാട്ട് പാടിയിട്ടൊന്ന് നടക്കാം നമുക്ക്. യസ്രീബ് നാടന്ന് മൈലാഞ്ചിച്ചോ പണിഞ്ഞല്ലോ, യവനിക നീങ്ങി ഫജീറിൻ ശോഭ തെളിഞ്ഞല്ലോ, കുഫറിൻ്റെ കാനനം വിട്ട് ത്വാഹ വരവായി, കുതുകത്തിൻ കൽബുമായി നാടും നാട്ടാരും നിലയായി. ഇപ്പം എത്ര കാസറ്റുകളിൽ പാടിയിട്ടുണ്ടോ? കാസറ്റുകൾ കുറേ പാടിയിട്ടുണ്ട്. അറഫ കാസറ്റിൻ്റെ ഓരോ വർക്കിലും ഞാൻ ഉണ്ടായിരുന്നു. പിന്നെ 92 ശേഷമുള്ള ഓരോ വർക്കിലും. അത് എനിക്ക് ഫസ്റ്റിലൊരു അവസരം തരുന്നത് പിന്നെ ലിയാഖത്തൊക്കെയാണ്. ലിയാദ് ഖാൻ്റെ പിന്നെ ട്രൂപ്പിലായിരുന്നു ഞാൻ അന്ന് ഉണ്ടായിരുന്നത്. അന്ന് ഹിന്ദിയൊക്കെ പാടിയിട്ടാണ് ഞാൻ ട്രൂപ്പിലേക്ക് വരുന്നത്. അത് എൻ്റെ ഒരു ഭാഗ്യം എന്ന് പറഞ്ഞാൽ ഞാൻ 92 ആ സമയത്താണ് ഞാൻ ഈ ഫീൽഡിലേക്ക് വരുന്നത്. അപ്പോൾ ഹിന്ദിയിൽ കുറേ നല്ല മെലഡീസൊക്കെ ഉള്ള സമയമായിരുന്നു. ആ സമയത്താണ് ഞാൻ വരുന്നത്. അപ്പോൾ എനിക്ക് ഒരു പിന്നെ മൂപ്പരെ സ്ഥിരം നമ്പർ അന്നിപ്പോൾ ഒരുപാട് നല്ല പാട്ടുകളുണ്ടായിരുന്നു. പിന്നെ ഡെറിയിലെ പാട്ടുണ്ടായിരുന്നു, പിന്നെ ദിൽവാലിലെ പാട്ടുണ്ടായിരുന്നു, പിന്നെ അതുപോലെ ഈ കിത്നാസിന ചെഹറ, അതുപോലെ ജാദു തേരി നസർ, അതുപോലെ എൻ്റെ മാസ്റ്റർ പീസ് ബഡി മുഷ്കിലാണ്. ബഡി മുഷ്കിൽ ഹേ കോയാ മേരാ ദിൽ ഹേ കോയി ഉസെ ഢൂംഢ് കിലായേ നാ, जात कहा मेरे पटिल लिखाओ कोई बतलाए ना, मेरो यह हसू करो मैं क्या करो. ഈ അടുത്താണല്ലോ മാപ്പിള കലാ അക്കാദമിയുടെ ദുബായ് ചാപ്റ്ററിന്റെ അവാർഡ് വന്നത്. അപ്പോൾ ആ അവാർഡ്, ആ അംഗീകാരത്തെ കുറിച്ചൊന്ന് പറയാമോ? വലിയൊരു സന്തോഷം തന്നെയാണത്. കാരണം വെച്ചാൽ ഇത്രയും വർഷമായിട്ട് ഞാൻ ഈ ഫീൽഡിലുണ്ടെങ്കിലും എനിക്ക് ആദ്യമായിട്ട് കിട്ടിയൊരു അവാർഡും അംഗീകാരങ്ങളൊക്കെയാണത്. പിന്നെ അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച മാപ്പിള കലാ അക്കാദമി ദുബായ് ചാപ്റ്ററിൻ്റെ എല്ലാവരോടും എനിക്ക് അങ്ങേയറ്റത്തെ കടപ്പാടും നന്ദിയൊക്കെ ഉണ്ട്. അന്ന് എനിക്ക് അവിടെ പറയാൻ പറ്റിയിട്ടില്ല. OBM ഷാജിയുടെ പാട്ട് ഞാൻ പാടിയിട്ടുണ്ട് ഇപ്പം അടുത്തായിട്ട്. അതായത് ചെറുപ്പകാലത്തുള്ള ഈ ഒരു പ്രണയം, കുട്ടിക്കാലത്തെ പ്രണയത്തെ വളരെ മനോഹരമാക്കി വർണ്ണിച്ച ഒരു ഗാനം. കല്ലായിക്കടവിലാണ് ആ പ്രണയം മൂപ്പര് കൊണ്ടുവന്നിരിക്കുന്നത്. കല്ലായിക്കടവത്ത് കളിക്കുട്ടി പ്രായത്തിൽ കൽബിനെ കവർന്നോളേ, കൽബിനെ കവർന്നോളേ, കരളിലെ അനുരാഗം കുളിർ മഴ ചൊരിയുമ്പോൾ
സൊറ പറഞ്ഞിരുന്നോളേ, സൊറ പറഞ്ഞിരുന്നോളേ. മാപ്പിളപ്പാട്ടിന്റെ മുതിർന്ന തലമുറയിലെ ആരുടെ കൂടെ പാടാനുള്ള അവസരം ഉണ്ടായിരുന്നു? എനിക്ക് അൽഹംദുലില്ലാ മുതിർന്ന പിന്നെ അവരുടെ കൂടെ എന്ന് പറഞ്ഞാൽ പിന്നെ മൂസക്ക, അതുപോലെ പീർക്ക, സിബലേച്ചിൻ്റെ കൂടെ തന്നെ കേസറ്റിലും കുറേ പാട്ടുകൾ പാടാൻ കഴിഞ്ഞിട്ടുണ്ട് എനിക്ക്. അതുപോലെ കൃഷ്ണദാസ് മാഷുണ്ടല്ലോ, കൃഷ്ണ മാഷ് കൂടെ പാടിയിട്ടുണ്ട്. പിന്നെ എനിക്ക് കിട്ടിയെന്ന് പറയുക നാദമാധുരി പുരസ്കാരമാണല്ലോ വി എൻ കുട്ടി മാഷിന്. മാപ്പിളപ്പാട്ടിനെ ജനകീയമാക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ച ആളാണ് വി എൻ കുട്ടി മാഷ പേരുള്ള പുരസ്കാരമാണ് എനിക്ക് കിട്ടിയത്. മാഷ കൂടെയും ഞാൻ വേദി പങ്കിട്ടിട്ടുണ്ട് ഒറ്റൊരു പ്രാവശ്യം. അതൊക്കെ വളരെ ഭാഗ്യമാണ്. റംലാബിഗത്തിൻ്റെ കൂടെ സ്റ്റേജിലുണ്ടായിരുന്നു. ഇതൊക്കെ കിട്ടുന്നത് ലിയാഖത്ത് ഖാൻ്റെ പിന്നെ ഓർക്കസ്ട്രയിലൂടെ വന്ന ഭാഗ്യങ്ങളാണ്. സിബിലേച്ചിയുടെ കൂടെ പാടിയത് പിന്നെ ബാപ്പു വള്ളിയോറമ്പ് എഴുതിയ ഒരു പാട്ടുണ്ടായിരുന്നു. പിന്നെ മോളെ നീ എൻ്റെ സ്വന്തമല്ലേ, മോഹത്തോപ്പിയിലെ സ്വപ്നമല്ലേ, മഹർമാല ചാർത്താൻ ഞാനെത്താമുല്ലേ, മുത്തുമോളെ നിന്നെയും നോക്കാമല്ലോ, കരളിൽ കൊതിയായി. ആ പാട്ട്. പിന്നെ അതേ കാസറ്റിൽ പിന്നെ ബാപ്പു കണ്ട വേറൊരു പാട്ട് ഞാൻ സംഗീതം ചെയ്തിട്ട് പീർക്കയും സിബിലേച്ചിയും പാടിയിട്ടുണ്ടായിരുന്നു. ആ പാട്ടാണ് കിലുകിലെ പെണ്ണിന് കാനോ തായ്, കിരുകിരെ കാറ്റിന് കുഴലൂത്തായ്, കരളിൻ്റെ വാതിൽ ഇന്നു തുറക്കാം, കനികണ്ട മരനിത കരളിലെ സുൽത്താനിത, കൊതിവെച്ച മനസ്സുമായി വരുന്നേ. ആലാപനമാണോ അല്ലെങ്കിൽ സംഗീത സംവിധാനമാണോ ഇതിൻ്റെ രചനയാണോ ഏറ്റവും കൂടുതൽ ആസ്വദിക്കുന്നത്? ഇനി ഏത് മേഖലയിലാണ് സജീവമാകുക? എനിക്ക് ഏറ്റവും ഇഷ്ടം ഒരു ലഹരിയാണ് എനിക്ക് പാട്ട്. സത്യം പറഞ്ഞാൽ സംഗീതം ചെയ്യുന്നതിലും രചിക്കുന്നതിലും കൂടുതൽ എനിക്കിഷ്ടം പാടാനാണ്. പിന്നെ ഞാൻ രചിച്ച പാട്ട് ഞാൻ തൽക്കാലം രചന ഞാനൊരു സൈഡിലേക്ക് വെച്ചിട്ടുണ്ട്. കാരണം വെച്ചാൽ ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ ഞാൻ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്റ്റുഡൻ്റ് ആണെന്നുള്ളത്. അപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം ഞാൻ വീണ്ടും സജീവമായിട്ട് രചനാ രംഗത്ത് വരും. എൻ്റെ പാട്ടുകൾ ഞാൻ പുതിയ തലമുറയ്ക്ക് വേണ്ടി എഴുതിയ പാട്ട് പീർക്ക പാടിയിട്ടുണ്ട്. അല്ലെങ്കിൽ അത് കുറച്ച് സമയത്ത് നമ്മുടെ മാപ്പിളപ്പാട്ടുകളൊക്കെ പിന്നെ നല്ലൊരു മാറ്റം സംഭവിച്ചിട്ടുണ്ടായിരുന്നു. ഒരു പൈങ്കിളി സ്റ്റൈലിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. വീണ്ടും അത് സജീവമായിട്ട് നല്ല രീതിയിൽ മാപ്പിളപ്പാട്ടുകൾ വന്നിട്ടുണ്ട്. പിന്നെ അന്ന് പിന്നെ ഞാൻ പിന്നെ ഒരു പാട്ട് എഴുതിയിരുന്നു. കുറച്ചൊരു പൈങ്കിളിയാണ്, പക്ഷെ അത് പാടിയത് പീർക്കയാണ്. മുല്ലപ്പൂവേ മുല്ലപ്പൂവേ ഇഷ്ടം കൂടാൻ വാ, മുഹബത്താൽ ഇന്നെനിക്കൊരു മുത്തം നൽകാൻ വാ, ഏറെ കാലമായി ഞാൻ നിന്നെ ആശിച്ചതല്ലേ, എൻ്റെ കരളും കൊത്തി കിളിമൊഞ്ചത്തി പറന്നതല്ലേ, എൻ്റെ കരളും കൊത്തി കിളിമൊഞ്ചത്തി പറന്നതല്ലേ. ഇത് ഞാൻ നമ്മളെ പുതിയ പാട്ടുകാർക്ക് വേണ്ടി എഴുതിയ പാട്ടാണ്. പക്ഷേ അത് പീർക്കാണ് അത് പാടാനുള്ള അവസരം ഉണ്ടായിരിക്കുന്നത്. അതേ കാസറ്റിൽ തന്നെ പിന്നെ നിസാർ വയനാട് എൻ്റെ രചനയിൽ പാടിയിട്ടുണ്ട്. ഞാൻ തന്നെ സംഗീതം ചെയ്ത പിരിശപ്പൂങ്കാവിൽ നമുക്കൊന്നു ചേരാം, ഈശലൊത്ത ബൈത്തിൻ ശീലുകൾ നീർത്താം, എനിക്കായി നീ നിൻ ഹൃദയത്തിൽ സൂക്ഷിച്ച, എനിക്കായി നീ നിൻ ഹൃദയത്തിൽ സൂക്ഷിച്ച മുഹബത്തിൻ മധുരം നൽകുമോ മുല്ലേ. ഈ പാട്ട് ഞാൻ എഴുതി സംഗീതം ചെയ്ത് പിന്നെ കണ്ണൂർ ഷെരീഫിക്കാണ് പാടിയത്. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിൽ ഗൾഫിലെ വേദിയിൽ ഇനിയും സജീവമാവാന്നാണോ തീരുമാനം? തീർച്ചയായിട്ടും ഇപ്പോൾ എനിക്കൊരു പ്രതീക്ഷയാണത്. കാരണം ഈ ഒരു അവാർഡ് ഈ ഒരു പുരസ്കാരമൊക്കെ കിട്ടിയ സ്ഥിതിക്ക് പിന്നെ ഇൻഷാ അല്ലാഹ് അതെനിക്ക് മുന്നോട്ടുള്ളൊരു യാത്രക്ക് വലിയൊരു പ്രചോദനമാണ്. ഞാൻ പ്രതീക്ഷയോടെ മുന്നോട്ട് പോവുകയാണ് ഇപ്പോൾ. എന്തായാലും ഈ സംഗീതയാത്ര ടാക്സി കൂടെ തന്നെ അങ്ങോട്ട് തുടരാല്ലേ? ഇൻഷാ അല്ലാഹ് ഇൻഷാ അല്ലാഹ്. നീയില്ലാതെ ഈ ദുനിയാവിൽ ഇല്ല എനിക്കൊരു ജീവിതം, മറക്കുവാനാവാതെ മനസ്സിൽ പതിഞ്ഞു പോയി, മറക്കുവാനാവാതെ മനസ്സിൽ പതിഞ്ഞു പോയി, നീ വരുമോ എൻ്റെ ഇണയാവാൻ, എൻ കൽബ് നീ കണ്ടിടണേ.